എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു വാൾ ഡെക്കറേഷൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കാർഡ്ബോർഡ് പേപ്പറും പിന്നെ അലുമിനിയം ഫോയിലും ഗ്ലൂവും മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇതൊരു ഫ്ലാസ്ക് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ 3 പേപ്പറായിട്ട് റെക്റ്റാങ്കിൾ പേപ്പറായിട്ട് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് കവർ ചെയ്യുകയാണ്. ആദ്യം അതിനേക്കാൾ നീളമുള്ള ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് അത് ആ കാർഡ്ബോർഡ് പേപ്പറിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സെയിം കളറിലുള്ള ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് ഇത് കവർ ചെയ്യുക. ഇതേപോലെ നീറ്റായിട്ട് കവർ ചെയ്യുക. അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന റാപ്പേഴ്സ് ആയാലും മതി, അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേ സമയം തന്നെ നമുക്ക് ഒരുപാട് എണ്ണം കട്ട് ചെയ്തെടുക്കാം. അതും കുറച്ച് നല്ലതായിട്ട് ചുളുങ്ങി പോകാതെ, അതിനകത്ത് ഈ ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ, ചുളുക്കമൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറയും. എന്നിട്ട് നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇത് അറേഞ്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലവർ ഞാൻ റൈറ്റ് സൈഡിലായിരുന്നു അറേഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ അറേഞ്ച് ചെയ്യാം. ആ ഫ്ലവറിൻ്റെ മുകളിലേക്കും താഴേക്കും എല്ലാ സൈഡിലേക്കും നമ്മൾ ബാക്കി പെറ്റൽസും കൂടി അറേഞ്ച് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ ആദ്യം ഇതേപോലെ ഒരു ഫ്ലവർ ഇവിടെ സ്റ്റിക്ക് ചെയ്യും. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഞാനിപ്പോൾ ഒട്ടിച്ചത് ഒരു ഹാഫ് പേളാണ്. അതൊരു റെഡ് കളർ, ഒരു മെറൂൺ കളറിലുള്ള ഒരു ഹാഫ് പേളാണ്. ഇനി ഇതിൻ്റെ ചുറ്റിനും ഇതേപോലത്തെ പെറ്റൽസ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. പെറ്റലിൻ്റെ അറ്റമൊക്കെ കുറച്ച് വെളിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അത് താഴേക്ക് മടക്കി വെച്ചാൽ മതി. നമ്മളെല്ലാ പെറ്റലിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് വലിയൊരു ഫ്ലവറിൻ്റെ ഒരു രീതിയിലാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്നത്. ഞാനിത് മുഴുവനായിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രമായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പീസിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ മുകളിലത്തെ ഫ്ലവർ. അതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ കട്ടിലിൻ്റെയൊക്കെ ബാക്ക് ഡ്രോപ്പ് ആയിട്ടോ ഒക്കെ നമുക്ക്, ബെഡിൻ്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ 2 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലിൽ വെക്കാനായിട്ട് ജസ്റ്റ് 3 ഫ്ലവേഴ്സ്, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവറില്ലേ ആ ഫ്ലവർ 3 എണ്ണം മുകളിൽ നിന്ന് താഴെ വരെ നേരെ ഞാനതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം സെൻറ്ററിലെ ഫ്ലവറാണ് ഫിക്സ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ഫ്ലവറും ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. അതിനും ഞാൻ ഇതേപോലെ ഹാഫ് പേൾ നടുക്ക് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലത്തെ തന്നെ സെയിം ഒരു ഫ്ലവർ നമുക്ക് താഴെയും കൂടി ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം, പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയായിട്ട് തോന്നുകയും ചെയ്യും. ഇനി ഈ 3 എണ്ണം കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വാൾ ഡെക്കറേഷൻ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.